ഹായ് ഓൾ. നമ്മളിപ്പോൾ ജോഗ്രഫിയിലെ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രി ചാപ്റ്റർ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആസ് യു ഓൾ നോ. അപ്പോൾ ആ ചാപ്റ്റർ ഏകദേശം കഴിയാനായിട്ടുണ്ട്. സോ നമ്മളിന്ന് ജോഗ്രഫിയിലെ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്, ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ലൈഫ് ലൈൻസ് ഓഫ് നാഷണൽ എക്കോണമി. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഉടനെ തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലാസ്റ്റ് ചാപ്റ്റർ ലൈഫ് ലൈൻസ് ഓഫ് നാഷണൽ എക്കോണമി. ഈ ചാപ്റ്റർ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ്, അല്ലെങ്കിൽ മീൻസ് ഓഫ് ട്രാൻസ്പോർട്ടാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഒരു സമ്മറി നിങ്ങൾക്ക് ഈ ഫ്ലോ ചാർട്ടിൽ കാണാൻ പറ്റും. ഇത് നിങ്ങളെ മനസ്സിലെപ്പോഴും ഈ ചാപ്റ്റർ കഴിയുന്നവരുണ്ടായിരിക്കണം. ഇതാണ് ചാപ്റ്ററിൻ്റെ ഒരു സ്കെൽട്ടൺ എന്ന് പറയുന്നത്. അതായത് ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് എയർ ട്രാൻസ്പോർട്ടേഷൻ. നമുക്ക് ഈ ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ പഠിക്കാനുള്ളത് 3 കാര്യങ്ങളാണ്: റോഡ് വേ, റെയിൽവേ ആൻഡ് പൈപ്പ് ലൈൻ. വാട്ടറിൽ വരുന്നത് ഇൻലാൻഡ് വാട്ടർ വേസ് ആൻഡ് ഓവർസീസ്. അതുപോലെ എയർ ട്രാൻസ്പോർട്ടേഷനിൽ വരുന്നത് ഡൊമസ്റ്റിക് എയർവേസ്, ഇൻ്റർനാഷണൽ എയർവേസ്. ഈ ഡൊമസ്റ്റിന് 2 ക്ലാസിഫിക്കേഷൻ വരുന്നുണ്ട്: പബ്ലിക് അണ്ടർടേക്ക് ആയിട്ടുള്ള ചില എയർവേസും അതുപോലെ പ്രൈവറ്റ് എയർ. എന്താ നിങ്ങൾക്ക് ആ സമയത്ത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു ഫ്ലോ ചാർട്ട് മനസ്സിൽ വെക്കണം ഈ ചാപ്റ്റർ കഴിയുന്നവർ. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ. നേരത്തെ പറഞ്ഞ പോലെ ലാൻഡിൽ 3 കാര്യമാണ് വരുന്നത്. ലാൻഡിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് റോഡ് വേ. സോ നമുക്ക് അതൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. റോഡ് വേ ആണ് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്. ഈ റോഡ് വേയിൽ ആദ്യമായിട്ട് വരുന്ന ടോപ്പിക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 മാർക്ക് ടോപ്പിക്കാണ് ദി ഗ്രോയിങ് ഇമ്പോർട്ടൻസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ. ഇതിൽ വരുന്നത് മറ്റ് ട്രാൻസ്പോർട്ടേഷനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ റോഡ് ട്രാൻസ്പോർട്ടേഷൻ മാത്രമുള്ള ചില മെറിറ്റ്സ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ 5 കാര്യങ്ങളാണ് വരുന്നത്. ഫസ്റ്റ് വൺ, ദി കൺസ്ട്രക്ഷൻ കോസ്റ്റ് ഓഫ് റോഡ്സ് ഈസ് മച്ച് ലോവർ ദാൻ ദാറ്റ് ഓഫ് റെയിൽവേ ലൈൻ. നമ്മൾ റെയിൽവേ ലൈൻ ഈ റോഡ് വേയിനെ റെയിൽവേ ലൈനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൺസ്ട്രക്ഷൻ കോസ്റ്റ് നമുക്കറിയാം വളരെ കമ്പാരിറ്റീവ്ലി ലോവറാണ്. തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമുക്കറിയാം റോഡ് കൺസ്ട്രക്ഷൻ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്രൊസീജിയർ തന്നെയാണ്. ബട്ട് സ്റ്റിൽ റെയിൽവേയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കവിടെ ലോ റേറ്റ് ആണ് വരുന്നത്. അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ മെറിറ്റ് എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷൻ കോസ്റ്റ് ലോവറാണ്, മച്ച് ലോവർ ദാൻ റെയിൽവേ ലൈൻ. ഇനി സെക്കൻഡ് ഇമ്പോർട്ടൻസ് ആണ് റോഡ്സ് ക്യാൻ ട്രാവേഴ്സ് കമ്പാരിറ്റീവ്ലി മോർ ഡിസെക്റ്റഡ് ആൻഡ് അൺഡുലേറ്റിംഗ് ടോപ്പോഗ്രഫി. നിങ്ങൾ ആ പേര് കണ്ട് പഠിക്കുന്ന വേണ്ട, സിമ്പിളാണ്. നമുക്കറിയാം ഈ മൗണ്ടൻ ഏരിയ അതുപോലുള്ള ആ ഏരിയസ് അറിയപ്പെടുന്ന പേരാണ് അൺഡുലേറ്റിംഗ് ടോപ്പോഗ്രഫി അല്ലെങ്കിൽ ഡിസെക്റ്റഡ് ഏരിയ. കുറച്ച് ഒറ്റപ്പെട്ട് കിടക്കുന്ന കുറച്ച് അൺഡുലേറ്റിംഗ് ടോപ്പോഗ്രഫി ആയിട്ടുള്ള ഈ നമ്മുടെ ഹിമാലയ റീജിയൻ പോലുള്ള സ്ഥലങ്ങൾ. നമുക്ക് അവിടെയൊന്നും നമുക്കറിയാം റെയിൽവേസ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഈസി അല്ല. ഇറ്റ് ഈസ് നോട്ട് ഈസി ടു കൺസ്ട്രക്ട് റെയിൽവേ ലൈൻസ് ഓവർ ദീസ് ഏരിയാസ്. ബട്ട് നമുക്ക് അവിടെയും റോഡ്സ് കുറച്ചുകൂടി ഈസിയായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ മറ്റൊരു മെറിറ്റ്. റെയിൽവേ ലൈൻസിനേക്കാൾ നമുക്ക് റോഡ് അവിടെ ഈസിയായിട്ട് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതാണ് സെക്കൻഡ് മെറിറ്റ് ഓർ സെക്കൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ. ഇനി തേർഡ് ഇമ്പോർട്ടൻസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആണ് റോഡ് ട്രാൻസ്പോർട്ട് ഈസ് എക്കണോമിക്കൽ ഇൻ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫ്യൂ പേഴ്സൺസ് ആൻഡ് റിലേറ്റീവ്ലി സ്മോളർ എമൗണ്ട് ഓഫ് ഗുഡ്സ് ഓവർ ഷോർട്ട് ഡിസ്റ്റൻസ്. അതായത് റോഡ് ട്രാൻസ്പോർട്ടേഷൻ അറ്റ്സ് മീനിങ് ഓഫ് എക്കണോമിക്കൽ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലോ കോസ്റ്റ് ആണ്. നേരത്തെ പണ്ടു കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിലും ലോ കോസ്റ്റ് ആണ് വരുന്നത്. അതുപോലെ ഈ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഴ്സൺസ് ആൻഡ് ഗുഡ്സ്, നമുക്ക് കുറച്ച് പേഴ്സൺസിന് അതുപോലെ കുറച്ച് ഗുഡ്സാണ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ളതെങ്കിൽ അതും ഓവർ എ ഷോർട്ട് ഡിസ്റ്റൻസ്, ഒരു കുറച്ച് ദൂരം മാത്രം സ്ഥലത്തേക്കാണ് ഇതെല്ലാം ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതെങ്കിൽ വി ക്യാൻ ഡിപ്പെൻഡ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ. കാരണം അത് കുറച്ചുകൂടെ ചിലവ് കുറഞ്ഞ എക്കണോമിക്കലായിട്ടുള്ളൊരു സംഭവമാണ്, നിങ്ങൾക്കറിയാം. അതാണ് തേർഡ് മെറിറ്റ്. ഇനി ഫോർത്ത് മെറിറ്റ്, it also provides door-to-door service. Thus, the cost of loading and unloading is much lower. നമുക്കത് ഈസിയായിട്ട് മനസ്സിലാക്കാൻ പറ്റും. നമുക്കറിയാം ഈ റെയിൽവേ ലൈൻസൊക്കെ ഈ റെയിൽവേക്ക് വളരെ ഫിക്സ്ഡ് ആയിട്ടുള്ള കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോപ്പ് മാത്രമായിരിക്കും ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമുക്കറിയാം എയർ ട്രാൻസ്പോർട്ടേഷൻ, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻ, അതിനെല്ലാം കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോപ്പ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. സോ വി കാണ്ട് എക്സ്പെക്ട് ഡോർ സർവീസ്. നമ്മളങ്ങനെയല്ല. റോഡ് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇഫ് ഐ യൂസ് ഇൻ റോഡ് ട്രാൻസ്പോർട്ടേഷൻ വി ക്യാൻ എക്സ്പെക്ട് ഈവൻ ഡോർ സർവീസ്. നമ്മുടെ വീട്ടിൽ നിന്ന് നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോയി വരാം, തിരിച്ച് വീണ്ടും വീട്ടിലേക്ക് തന്നെ റോഡ് ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും. സോ അവിടെ വരുന്നൊരു പോയിന്റ് എന്ന് പറയുന്നത് അതുമൂലം നമുക്ക് ഈ ലോഡിങ്ങിൻ്റെയും അൺലോഡിങ്ങിൻ്റെയും കോസ്റ്റ് കൂടെ കുറയ്ക്കാൻ പറ്റും. അതാണ് ഫോർത്ത് പോയിന്റ്. ഇറ്റ് ആൾസോ പ്രൊവൈഡ്സ്, ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡാണ് ഡോർ സർവീസ്. ഇറ്റ് പ്രൊവൈഡ്സ് ഡോർ സർവീസ്. ഇനി ലാസ്റ്റ് പോയിന്റ് ആണ് റോഡ് ട്രാൻസ്പോർട്ട് ഈസ് ആൾസോ യൂസ്ഡ് ആസ് എ ഫീഡർ to other modes of transportation, such as they provide a link between railway station, airport and seaport. നമുക്കറിയാം നമ്മളിപ്പോൾ ഒരു
എയർ ജേണിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ സീ ജേണിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്കവിടെ എത്തണമല്ലോ. വി ഹാവ് ടു റീച്ച് അറ്റ് എയർപോർട്ട് ഓർ സീ പോർട്ട്. അവിടെ എത്തണമെങ്കിൽ ഡെഫിനറ്റ്ലി വി ഹാവ് ടു ഡിപ്പെൻഡ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ. നമുക്ക് നടത്തേണ്ടത് ഒരു എയർ ജേണി ആണെങ്കിൽ പോലും നമ്മൾ എയർപോർട്ടിൽ എത്തണമെങ്കിൽ ഡെഫിനറ്റ്ലി വി ഹാവ് ടു യൂസ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഇത് കണക്ട് ചെയ്യുന്നു. ഇറ്റ് ആക്ട് ആസ് എ ഫീഡ്. അതായത് കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് ആയിട്ട് കൂടെ ഏതിനെ കണക്ട് ചെയ്യുന്നത്? മറ്റു വേ ഓഫ് ട്രാൻസ്പോർട്ടേഷന്, സീ പോർട്ടിനെ ആണെങ്കിലും എയർപോർട്ടിനെ ആണെങ്കിലും ഒക്കെ കണക്ട് ചെയ്യുന്ന ഒരു ഫീഡറായിട്ട് കൂടി ഈ റോഡ് ട്രാൻസ്പോർട്ടേഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് 5 points അബൌട്ട് ദി ഗ്രോയിങ് ഇമ്പോർട്ടൻസ് ഓഫ് റോഡ് ട്രാൻസ്പോർട്ടേഷൻ. ഇനി നമുക്ക് ഈ റോഡ് വേസ് ഡിസ്കസ് ചെയ്യാൻ അടുത്തൊരു ടോപ്പിക്കാണ് 6 types ഓഫ് റോഡ്. ഇപ്പോൾ നമ്മൾ ടോപ്പിക്ക് നമ്മൾ മറന്നു പോയത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ലാൻഡ് വേയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ലാൻഡ് വേയിൽ ആദ്യം വരുന്നതായിരുന്നു റോഡ് വേ. നമ്മൾ റോഡ് വേയിൽ ആദ്യം ഡിസ്കസ് ചെയ്ത പോയിന്റ് ഇമ്പോർട്ടൻസ് ഓഫ് റോഡ് വേ ആണ്. After that, now the main topic about roadway is 6 types of, there are 6 types of road, such as golden quadrilateral, national highways, state highways, district roads, other roads and border roads. Let's begin with the first one, golden quadrilateral. ഇതെന്ന് പറയുന്ന ഒരു ബിഗ് പ്രൊജക്റ്റാണ്. ഈ റോഡിൻ്റെ ഒരു ബിഗ് റോഡ് പ്രൊജക്റ്റ് തന്നെയാണ് ഈ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം അതിൻ്റെ പോയിന്റ്സ്. The government has launched, means government of India has launched a major road development project. അതാണ് ഈ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. ലിങ്കിങ് ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, മുംബൈ ബൈ 6 lane സൂപ്പർ ഹൈവേസ്. അതായത് ഈ 4 മെട്രോ സിറ്റീസ് ആയിട്ടുള്ള ഡൽഹി, കൊൽക്കത്ത, ചെന്നൈ, മുംബൈ, ഈ 4 നമുക്കറിയാം മെഗാ അല്ലെങ്കിൽ മെട്രോ സിറ്റീസിനെ ലിങ്ക് ചെയ്യാനുള്ള, എങ്ങനെ ലിങ്ക് ചെയ്യുന്നത്? ബൈ 6 lane സൂപ്പർ ഹൈവേസ്. കുറച്ചുകൂടെ നമുക്കറിയാം 6 lane എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ വീതി കൂടിയ, കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ളൊരു റോഡ് നെറ്റ്വർക്കാണിത്. അപ്പോൾ ഈ 6 lane സൂപ്പർ ഹൈവേ യൂസ് ചെയ്തിട്ട് ഈ 4 ബിഗ് സിറ്റീസിനെ ലിങ്ക് ചെയ്യാനുള്ള ഒരു മെഗാ പ്രൊജക്റ്റാണ് ഈ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. ഇനി ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്ന മറ്റൊരു കാര്യമാണ് ദ നോർത്ത് സൗത്ത് കോറിഡോർസ് ലിങ്കിങ് ശ്രീനഗർ, that is in Jammu and Kashmir, and Kanyakumari, that is in Tamil Nadu, and east-west corridor connecting Silchar, that is in Assam, and Porbandar, that is in Gujarat, are part of this project. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്താണ് ഈ ഒരുപാട് കോറിഡോഴ്സിൻ്റെ കാര്യം മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ കോറിഡോഴ്സ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഈ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ പോലെ തന്നെ ഉള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റോഡ് വേ ആണിത്, ഒരു ഹൈവേ ആണ് ഈ കോറിഡോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കോറിഡോഴ്സും ഇതൊക്കെ ഈ ഗോൾഡൻ ക്വാഡ്രിലാറ്ററിൻ്റെ ഒരു ഭാഗമായിട്ട് വരുന്നത് തന്നെയാണ്. അപ്പോൾ അതുകൂടെ ഓർത്ത് വെക്കണം. ഈ കോറിഡോഴ്സിൻ്റെ കാര്യം കൂടെ ഓർത്ത് വെക്കാം. ഇനി നമുക്ക് നോക്കാം വാട്ട് ഇസ് ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓർ ഗോൾ ഓഫ് ദിസ് ബിഗ് പ്രൊജക്റ്റ്. ദ മേജർ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് സൂപ്പർ ഹൈവേ ഈസ് ടു റെഡ്യൂസ് ദ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മെഗാ സിറ്റീസ് ഓഫ് ഇന്ത്യ. നേരത്തെ പറഞ്ഞു ഈ 4 മെഗാ സിറ്റീസ് തമ്മിൽ കണക്ട് ചെയ്യാനുള്ളൊരു പ്രൊജക്റ്റാണ് ഈ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഈ സിറ്റീസ് തമ്മിലുള്ള ഡിസ്റ്റൻസും അതുപോലെ ടൈമൊക്കെ കുറച്ചുകൂടെ കുറയ്ക്കാൻ വേണ്ടിയുള്ള പ്രൊജക്റ്റാണ് ഈ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. ഇനി ലാസ്റ്റ് പോയിന്റ് അബൌട്ട് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ഈസ് വിച്ച് അതോറിറ്റി മെയിൻറ്റെയിൻ ആൻഡ് കൺസ്ട്രക്ട് ദിസ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. ദീസ് ഹൈവേ പ്രൊജക്ട്സ് ആർ ബീങ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദി നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, അതർവൈസ് നോൺ ആസ് NHAI. സോ ഈ NHAI എന്ന് പറയുന്ന അതോറിറ്റിയാണ് ഈ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എല്ലാം കൺസ്ട്രക്ട് ചെയ്യുകയും അതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയെല്ലാം ചെയ്യുന്നത്. ഇത്രയാണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ ഡിസ്കസ് ചെയ്യാനുള്ള പോയിന്റ്സ്. ഇനി ഇവിടെ വരുന്ന രണ്ടാമത്തെ ടൈപ്പ് ഓഫ് റോഡായിരുന്നു നാഷണൽ ഹൈവേ. നമുക്ക് നോക്കാം ഇനി നാഷണൽ ഹൈവേ കുറിച്ചുള്ള ചില പോയിന്റ്സ്. കുറച്ച് പോയിന്റ്സ് മാത്രമേ വരുന്നുള്ളൂ. നമുക്കറിയാം നാഷണൽ ഹൈവേ നമ്മൾ പോപ്പുലറായി പറയുന്നൊരു പേരാണ് NH എന്നൊക്കെ പറയാറുണ്ട്. നാഷണൽ ഹൈവേസ് ലിങ്ക്സ് എക്സ്ട്രീം പാർട്ട് ഓഫ് ദി കൺട്രി. ഒരു കൺട്രിയുടെ എക്സ്ട്രീം പാർട്ട് തമ്മിൽ ലിങ്ക് ചെയ്യാനുള്ളൊരു പ്രൊജക്റ്റാണ് നാഷണൽ ഹൈവേ. നമുക്കറിയാം നാഷണൽ ഹൈവേ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് നല്ല റോഡ്സ് ആയിരിക്കും, കാരണം പ്രോപ്പറായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, അതുപോലെ മെയിൻ്റനൻസ് എല്ലാം നല്ല രീതിയിലായിരിക്കും. സോ ദീസ് ആർ ദ പ്രൈമറി റോഡ് സിസ്റ്റം ആൻഡ് ആർ ലെയ്ഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ ദി സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. നേരത്തെ ഇവിടെ കണ്ടു ഈ ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ കൺസ്ട്രക്ട് ചെയ്യുകയും മെയിൻറ്റെയിൻ ചെയ്യുന്ന അതോറിറ്റി NHAI ആയിരുന്നു, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. അതുപോലെ NHന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇത് കൺസ്ട്രക്ട് ചെയ്യുകയും അതുപോലെ അല്ലെങ്കിൽ ലെയ്ഡ് എന്ന് പറയാം, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന അതോറിറ്റി സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്, അതർവൈസ് നോൺ ആസ്
CPWD. ഇനി എ നമ്പർ ഓഫ് മേജർ നാഷണൽ ഹൈവേസ് റൺ ഇൻ നോർത്ത് സൗത്ത് ആൻഡ് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷൻ. ഇന്ത്യയിൽ കൂടുതലായിട്ടും ഈ നാഷണൽ ഹൈവേ കാണുന്നത് നോർത്ത് സൗത്ത് ഡയറക്ഷനും അതുപോലെ ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലുമാണ്. അപ്പോൾ ഈ പേര് ഇമ്പോർട്ടൻ്റ് ഓർത്ത് വെക്കണം, CPWD. വൺ വേർഡിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ 2 ടൈപ്പ് ഓഫ് റോഡ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു, നാഷണൽ ഹൈവേ ആൻഡ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് റോഡാണ് സ്റ്റേറ്റ് ഹൈവേ. സ്റ്റേറ്റ് ഹൈവേ എന്ന് പറയുന്നത് ദീസ് ആർ ദ റോഡ്സ് ലിങ്കിങ് എ സ്റ്റേറ്റ് ക്യാപിറ്റൽ വിത്ത് ഡിഫറെൻറ്റ് ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ്. അതാണ് സ്റ്റേറ്റ് ഹൈവേ. റോഡ്സ് ലിങ്കിങ് എ സ്റ്റേറ്റ് ക്യാപിറ്റൽ, ഇപ്പോൾ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ ട്രിവാൻഡ്രം, വിത്ത് ഡിഫറെൻറ്റ് ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ്. ഒരു സ്റ്റേറ്റിൻ്റെ ക്യാപിറ്റലിനെ അതേ സ്റ്റേറ്റിലെ ഡിസ്ട്രിക്റ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സുമായിട്ട് ലിങ്ക് ചെയ്യുന്ന റോഡാണ് സ്റ്റേറ്റ് ഹൈവേ എന്ന് പറയുന്നത്. ഇനി ലാസ്റ്റ് പോയിന്റ്, നമ്മളിവിടെ കണ്ടതുപോലെ നാഷണൽ ഹൈവേ മെയിൻറ്റെയിൻ ചെയ്യുന്നതും കൺസ്ട്രക്ട് ചെയ്യുന്നതും CPWD ആയിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം ആരാണ്, വിച്ച് അതോറിറ്റി ഈസ് മെയിൻറ്റെയിനിങ് ആൻഡ് കൺസ്ട്രക്റ്റിംഗ് സ്റ്റേറ്റ് ഹൈവേ. ദീസ് റോഡ്സ് ആർ കൺസ്ട്രക്റ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ ദി സ്റ്റേറ്റ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇപ്പോൾ ചെറിയൊരു മാറ്റം മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ ഉണ്ടായിരുന്നത് സെൻട്രൽ പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ അത് സ്റ്റേറ്റ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻ്റ് ആവുന്നു. ആ ഒരു ചെറിയ മാറ്റം മാത്രമേ വരുന്നുള്ളൂ. അവിടെ സെൻട്രലാണ്, ഇവിടെ സ്റ്റേറ്റ്. അത് അറിയപ്പെടുന്ന പേര് PW എന്നാണ്, PWD. പൊതുവേ S എന്നവിടെ ചേർക്കാറില്ല, പോപ്പുലർലി നോൺ ആസ് PWD. ഇൻ സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. ഇത് യൂണിയൻ ടെറിട്ടറീസിലും ഉണ്ട്, അതുപോലെ എല്ലാ സ്റ്റേറ്റ്സിലും ഉണ്ട്. അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ടൈപ്സ് ഓഫ് റോഡ്. ഇനി 3 more ടൈപ്സ് ഓഫ് റോഡ്സ്. അത് നമുക്ക് ബാക്കിയുള്ള പോയിൻറ്റ്സ് അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യാം. സോ വൺസ് അഗെയിൻ ക്ലാസ് യൂസ്ഫുൾ ആണെങ്കിൽ പ്ലീസ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് സബ്സ്ക്രൈബ്. എല്ലാവരും സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് എല്ലാം വളരെ വേഗത്തിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യാം.